ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലർക്കും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണത്തെ മെമ്പർ എന്ന നിലയ്ക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്കും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിൽ കാര്യമായ ശ്രദ്ധ വേണമെന്നാണ് ആധികാരികമായിട്ട് ഈ പഞ്ചായത്തിന് വേണ്ടി എനിക്കോട് സൂചിപ്പിക്കാറുള്ളത്. ആലംകോട് ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ ചങ്ങരംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. എല്ലാ അടിസ്ഥാന മേഖലയിലും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഈ പഞ്ചായത്തിലെ തൊഴിൽ മേഖലയിൽ യുവാക്കൾക്ക് തൊഴിൽ നേടുന്നതിന് വേണ്ടി അവർക്ക് തൊഴിലവസരമൊരുക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ, ആരോഗ്യ മേഖലയിൽ ഈ പഞ്ചായത്തിലെ ആരോഗ്യപരമായ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ആരോഗ്യ മേഖലയിൽ വിവിധ പദ്ധതികൾ, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിൽ ഉൾക്കൊള്ളുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യസിക്കുന്നവർക്ക് അതിൻ്റെ നൂതന സംവിധാനങ്ങൾ, ആശയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നിടത്താണ് ഒരു പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം, വികസന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടുത്ത വർഷം പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് വിശദമായ ചർച്ചയും നടന്നു. ലഹരിക്കെതിരെ ബോധവൽക്കരണം, ക്യാൻസർ നിർമ്മാർജ്ജനം, ഭിന്നശേഷിക്കാർക്കുള്ള വ്യത്യസ്ത പദ്ധതികൾ, പൊതുകളിസ്ഥലം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഷർ പെരുമുക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുബൈർ ഉദിനിപ്പറമ്പ് സ്വാഗതം പറഞ്ഞു. വാർഷിക പദ്ധതി വിശദീകരണം ആസൂത്രണ സമിതി അധ്യക്ഷൻ പി യൂസഫ് അലി നിർവഹിച്ചു. 2026-27 പദ്ധതി അവതരണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാരിക മുരളീധരൻ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫവാസ് മാളിയേക്കൽ, ഫാത്തിമ ലത്തീഫ്, ആസൂത്രണ സമിതി അംഗങ്ങളായ ഷാനവാസ് വട്ടത്തൂർ, അടാട്ട് വാസുദേവൻ, സിദ്ദിഖ് പന്താവൂർ, പി വിജയൻ, സെക്രട്ടറി അഭിജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി AS സുധൻ എന്നിവർ സംസാരിച്ചു. CNTV ചങ്ങരംകുളം.